ന്യൂസ് പ്ലസിലേക്ക് സ്വാഗതം. അങ്ങനെ കോൺഗ്രസിൻ്റെ അടുത്ത പരിപാടി തുടങ്ങി. കോൺഗ്രസ്സിന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചില പരിപാടികൾ വേണ്ടതുണ്ട്. പരിപാടി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കും കോൺഗ്രസിൻ്റെ എന്തെങ്കിലും സമര പരിപാടികൾ, പ്രതിഷേധ പരിപാടികൾ, അല്ലെങ്കിൽ സമ്മേളന പരിപാടികൾ എന്നൊക്കെ ആയിരിക്കാം. അല്ല, ഇത് കോൺഗ്രസ് നേതാക്കൾ തമ്മിലുള്ള യുദ്ധം. അതാണ് ഞാൻ പരിപാടി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അതൊരു നിത്യപരിപാടിയാണ്. ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ഒന്ന് സ്ലോ ആകും, പിന്നും 10 മടങ്ങ് വീര്യത്തിൽ ആരംഭിക്കുകയും ചെയ്യും. അങ്ങനെ ഇടയ്ക്ക് ഇവർ തമ്മിലുള്ള നേതാക്കൾ തമ്മിലുള്ള പരിപാടികൾ നടന്നില്ലെങ്കിൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടും വിഷമവും ഒക്കെയാണ്. അവർക്ക് ഇടയ്ക്ക് ഇങ്ങനെ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കണം. അതുവഴിയാണ് അവർ നമ്മുടെ കോൺഗ്രസ്സിനെ വളർത്തുന്നത്. അവരൊക്കെ കരുതിയിരിക്കുന്നത് ഇടയ്ക്ക് നേതാക്കൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളൊക്കെ വാർത്തയാക്കി വന്നു കഴിഞ്ഞാൽ പാർട്ടി വളരും അതുവഴിയാണ് എന്ന് ചിലരൊക്കെ കരുതിയിട്ടുണ്ടാകാം. പക്ഷെ മുമ്പ് 2 പ്രധാന നേതാക്കൾ ഉണ്ടായിരുന്നു, 2 വിഭാഗങ്ങളെ പ്രതിനിധീകരിച്ച നേതാക്കൾ, കെ കരുണാകരനും AK ആൻ്റണിയും. അവർ ഇരു ധ്രുവങ്ങളിലായി എത്രയോ വട്ടം ഏറ്റുമുട്ടിയിട്ടുണ്ട്, ഒരുമിച്ച് നീങ്ങിയിട്ടുമുണ്ട്. പക്ഷേ ഏറ്റുമുട്ടുമ്പോഴൊക്കെ തന്നെ അവർ കോൺഗ്രസ്സിനെ അവർ ശ്രദ്ധിക്കും. പാർട്ടി വേണം എന്നുള്ളത് ഈ 2 പേർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് പാർട്ടിയെ വ്രണപ്പെടുത്തുന്ന ഒരു ഗ്രൂപ്പ് നീക്കവും ഈ 2 നേതാക്കളും ചെയ്തിട്ടില്ല. ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്, അവർ തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുമുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും പ്രസ്ഥാനത്തിനെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു പരിപാടിയും അവർ ചെയ്യാറില്ല. അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പത്രത്തിൽ വരാറുണ്ട്. പലപ്പോഴും അതിൻ്റെ അനുരണങ്ങൾ പാർട്ടിക്കുള്ളിൽ പലപ്പോഴും പൊട്ടിത്തെറിയായും സംഭവിച്ചിട്ടുമുണ്ട്. പക്ഷേ എന്ത് സംഭവിച്ചാലും ശരി, പാർട്ടിയായി നിലകൊള്ളണം എന്ന് 2 പേർക്കും സമാന ചിന്ത എക്കാലത്തും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അന്നൊക്കെ തന്നെ കോൺഗ്രസ് എത്ര ശക്തമായിരുന്നു എന്ന് ഓർക്കുക. ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസിൻ്റെ സംഘടനാ ദൗർബല്യം ആരംഭിച്ചിട്ട് എത്രയോ നാളുകളായി. ഈ ദൗർബല്യം അതിൻ്റേതായ രീതിയിലൊന്ന് പരിഹരിക്കാൻ ആരൊക്കെ വിചാരിച്ചിട്ടും നടക്കാതെ പോയതിൻ്റെ പിന്നിൽ ഈ പടലപ്പിണക്കമാണ്. നേതൃത്വത്തിലുള്ളവർ തമ്മിലുള്ള പടലപ്പിണക്കമാണ് പലപ്പോഴും ഇതിന് തിരിച്ചടി ആയിട്ടുള്ളത്. KPCC പ്രസിഡൻ്റായിരുന്ന PM സുധീരനാകട്ടെ, മുല്ലപ്പള്ളി രാമചന്ദ്രനാകട്ടെ, ഇവരെല്ലാം തന്നെ പലപ്പോഴും സംഘടനയെ ഒന്ന് ശക്തിപ്പെടുത്താനൊക്കെ ഉള്ള ചില നീക്കങ്ങളൊക്കെ തുടങ്ങി വെച്ചു. പക്ഷേ എങ്ങും എത്താതെ പോയതിൻ്റെ പ്രധാന കാരണം കൂടെ ഉള്ള പല ആളുകൾ ഗ്രൂപ്പ് തിരിഞ്ഞ് ചെയ്യുന്ന ചില പ്രവർത്തികളുടെ കാരണമായിരുന്നു. ഇപ്പോഴും പുനഃസംഘടന ഇടയ്ക്കിടയ്ക്ക് വാർത്തയാവും, ഇടയ്ക്കിടയ്ക്ക് അതില്ലാതാവുകയും ചെയ്യും. ഞാൻ പറഞ്ഞു വരുന്നത് ഈ രമേശ് ചെന്നിത്തലയും VD സതീശനും തമ്മിലുള്ള ഒരു ചെറിയ പിണക്കം എന്ന് നമുക്ക് തോന്നാം എങ്കിലും കുറേ നാളുകളായി ഇവർ തമ്മിലുള്ള അസ്വാരസ്യത്തിൻ്റെ ചില കണ്ടിന്യൂവേഷനാണ്. അതിപ്പോഴും വാർത്തയായി വന്നിട്ടുണ്ട്. ആ വാർത്തയ്ക്ക് എരിവും പുളിവും ചേർക്കുന്നതിന് വേണ്ടി ചില സമുദായ നേതാക്കളും അവരുടേതായ കോൺട്രിബ്യൂഷൻ നടത്തുന്നും ഉണ്ട്. അതൊക്കെ നിങ്ങൾ മീഡിയാസിൽ വായിക്കുന്നുണ്ടാകാം. പക്ഷേ സതീശൻ മുന്നിലെത്തിയതിനെ തുടർന്ന്, പ്രതിപക്ഷ നേതാവായി തുടർന്നതിനെ തുടർന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതാവാകും എന്ന് പലരും പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് അദ്ദേഹത്തിന് ആ അവസരം വീണ് കിട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ VD സതീശൻ 1ാം സ്ഥാനത്തേക്ക് വന്നതിന് ശേഷം സംസ്ഥാനത്ത് രമേശ് എന്തായാലും 2ാം സ്ഥാനത്തേക്ക് ആയി എന്ന് പറയാതിരിക്കാൻ വയ്യ. ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്ന സമയത്ത് ഉമ്മൻചാണ്ടിയുമായിട്ട് തന്നെ അദ്ദേഹം ഒരു യോജിപ്പിലേക്ക് വരികയും ചെയ്തിരുന്നു. ഇപ്പോൾ ഉമ്മൻചാണ്ടി ഇല്ല. തുടർന്ന് ആ ഗ്രൂപ്പിൽപ്പെട്ട ചിലരും ഇപ്പോൾ ചിലർ സതീശൻ്റെ കൂടെ, ചിലർ ഇപ്പോൾ രമേശിൻ്റെ കൂടെ എന്നൊക്കെയുള്ള ചേഞ്ചിലേക്ക് വന്നിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള ഈ പിണക്കം അവർ മനസ്സിലാക്കാനുള്ള ഒരു പ്രധാന കാര്യം അടിവരയിട്ട് കോൺഗ്രസിൻ്റെ നിലനിൽപ്പ് ആഗ്രഹിക്കുന്നവരൊക്കെ പറയാറുണ്ട്. അത് ഇവർ തമ്മിലുള്ള ഈ പടല പിണക്കം മാറ്റി വയ്ക്കാതെ ഈ സംഘടന പഴയതുപോലെ അതിൻ്റെ ശക്തിയിലേക്ക് തിരിച്ചു പോവുകയില്ല. ഏകദേശം ഭരണം അടുത്ത് UDFന് എന്നുള്ള ഒരു ധാരണ വ്യാപകമായിട്ടുണ്ട്. ഇപ്പോൾ പിണറായി വിജയൻ ഭരണത്തിനെ തുടർന്ന് CPMക്കാർ തന്നെ അസംതൃപ്തരായ ഒരു അവസ്ഥയിൽ ഇനി UDF അധികാരത്തിലേക്ക് വരാൻ സാധ്യതയുള്ളൂ എന്നുള്ള ഒരു ബോധ്യം
എല്ലാവർക്കും വന്നിട്ടുണ്ട്, കോൺഗ്രസ്സുകാർക്കും വന്നിട്ടുണ്ട്, നേതാക്കൾക്ക് നന്നായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ആര് സ്റ്റേറ്റുകാർ ഒന്നിൽ ആര് പോകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ മൂപ്പിള തർക്കത്തിൽ വരുന്നത്. രമേശ് വരുമോ, സതീശൻ വരുമോ? ഇതിൽ ആര് വരണമെന്ന് സമുദായ നേതാക്കൾക്ക് ഇപ്പോൾ ഉള്ളിലുള്ളത് എന്താണ് എന്നുള്ളത് പുറത്ത് വന്നിട്ടുണ്ട്. അതായത് ഈ വെള്ളാപ്പള്ളി നടേശൻ സതീശനെതിരായി ഇപ്പോൾ വെടി പൊട്ടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒന്നും രണ്ടും വെടിയൊന്നുമല്ല, തുടർച്ചയായി അദ്ദേഹം ഒരു യുദ്ധരംഗത്തെന്നതുപോലെ വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഉന്നം വി.ഡി. സതീശൻ തന്നെയാണ്. രമേശിനെ ഫേവർ ചെയ്ത് തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷേ നമ്മുടെ NSSൻ്റെ ഒരു നേതൃസ്ഥാനത്തിലുള്ള സുകുമാരൻ നായർ ഓപ്പൺ വെടിയൊന്നും വെച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് അടിസ്ഥാനപരമായി വി.ഡി. സതീശനോടുള്ള വിരോധത്തിൻ്റെ കാരണം എന്ത് എന്ന് നമുക്ക് വ്യക്തിപരമായി എന്താണെന്ന് അറിയാൻ കഴിയില്ല. പക്ഷേ പറഞ്ഞു വെക്കുന്നത് വി.ഡി. സതീശൻ വളരെ ഒരു മാന്യമായ നിലയിൽ അല്ല പലരുമായിട്ട് ഇടപഴകുന്നത് എന്നും ഒറ്റയാൻ പോക്ക് എന്നുള്ള മട്ടിലാണെന്നും അദ്ദേഹം ധിക്കാരപരമായ സമീപനം സ്വീകരിക്കുന്നു എന്നും ഒക്കെയാണ് വെള്ളാപ്പള്ളി പറഞ്ഞു വച്ചിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ചേർന്നുകൊണ്ട് മുസ്ലിം ലീഗ് വി.ഡി. സതീശനോട് അത്ര ആഭിമുഖ്യം പുലർത്തുന്നില്ല എന്നും കേൾക്കുന്നുണ്ട്. മുനമ്പം പ്രശ്നത്തിൽ വി.ഡി. സതീശൻ ചില കാര്യങ്ങൾ പറഞ്ഞു. ആ പറഞ്ഞതിൽ മുസ്ലിം ലീഗിന് ചില പരാതികൾ ഉണ്ട് താനും. അത് UDFൻ്റേതല്ല എന്ന മട്ടിൽ അവർ കമൻറ്റ് ചെയ്തിട്ടും ഉണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഇത് രമേശും വി.ഡി. സതീശനും തമ്മിലുള്ള ഈ പോര് അത് ഇനിയൊരു തുറന്ന യുദ്ധത്തിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ളതാണ്. നിലവിലുള്ള സംഘടനാ പരിമിതികൾ, പ്രത്യേകിച്ച് AICCയുടെ ഇടപെടലുകൾ ഉണ്ടായില്ല എങ്കിൽ ഇവരുടെ ഈ പടലപ്പിണക്കം പതിയെ വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഈ കൂടെ നിൽക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ സതീശൻ്റെ കൂടെ നിൽക്കുന്ന ഒരു രണ്ടാം നിരയിൽപ്പെട്ട നേതാക്കളും ഈ രമേശിൻ്റെ കൂടെ നിൽക്കുന്ന രണ്ടാം നിരയിൽപ്പെട്ട നേതാക്കളും ഒക്കെ ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഇന്ധനം രണ്ടു പേർക്കും നിറച്ചു കൊടുക്കുന്നുമുണ്ട്. പലപ്പോഴും ഇത്തരത്തിൽ ഇവരെയൊക്കെ തന്നെ തമ്മിൽ അടുപ്പിക്കുന്നതിന് ഈ രണ്ടാം നിര നേതാക്കൾക്ക് വലിയൊരു റോളുണ്ട്. അവർ നടക്കുന്നതും നടക്കാത്തതും ഒക്കെ തന്നെ പൊടിപ്പും തൊങ്ങലും വെച്ച് ഈ രണ്ട് നേതാക്കളുടെയും ചെവിയിൽ കൊണ്ടെത്തിച്ചു കൊടുക്കും. ഇതൊക്കെ വിശ്വസിക്കുന്നവരാണെങ്കിൽ അതെല്ലാം വിശ്വസിച്ച് പോവുകയും ചെയ്യും. പക്ഷേ ഇതൊക്കെ മുമ്പും ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള ആളുകളെ AK ആൻ്റണി ആയാലും കെ കരുണാകരൻ ആയാലും അത് അവരെയൊക്കെ നിർത്തേണ്ടിടത്ത് നിർത്തി തന്നെ പോവുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ രണ്ട് നേതാക്കളും പലപ്പോഴും ഈ ചെവി കടിക്കുന്നവർക്ക് വേണ്ടി നിന്നു കൊടുക്കുന്നുണ്ടോ എന്ന് ന്യായമായും കോൺഗ്രസ്സുകാർ സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല. ഇനി ഇവർ എന്ത് തരത്തിൽ തമ്മിലടിച്ചാലും അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത് കോൺഗ്രസ്സിന് വേണ്ടി നിലകൊള്ളുന്ന നിസ്വാർത്ഥരായ പ്രവർത്തകർക്കുമാണ്. അടുത്ത ഭരണം കൂടി തെറിപ്പിച്ച് കഴിഞ്ഞാൽ ഇനി UDFന് അല്ലെങ്കിൽ കോൺഗ്രസ്സിന് അടുത്ത കാലത്തൊന്നും ഒരു തിരിച്ചു വരവ് നോക്കേണ്ടതില്ല. കാരണം കേഡർഷിപ്പ് എന്ന നിലയിൽ നിന്നും CPM പൊളിഞ്ഞു പാളീസായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് കേരളം കാണുന്നത്. പണ്ടെങ്ങും ഇല്ലാത്ത വിധം തന്നെ CPMനെ തുറന്ന് വിമർശിക്കാൻ, ജില്ലാ സമ്മേളനങ്ങളിൽ പോലും തുറന്ന് വിമർശിക്കാൻ, ഇപ്പോൾ താഴേക്കുള്ള ഏരിയ സമ്മേളനങ്ങളോ ബ്രാഞ്ച് സമ്മേളനങ്ങളോ നമുക്ക് മാറ്റിവെക്കാം. പക്ഷേ ജില്ലാ സമ്മേളനങ്ങളിൽ പോലും ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയുടെ കാര്യം നോക്കാം. പിണറായി വിജയൻ പങ്കെടുത്ത യോഗത്തിൽ അദ്ദേഹം ഇരിക്കുമ്പോൾ തന്നെ പാർട്ടിയെയും ഭരണത്തിനെയും വിമർശിക്കാൻ കോവളത്ത് ചേർന്ന യോഗത്തിൽ അണികൾ തയ്യാറായി. പല വിമർശനങ്ങളും വളരെ ഗൗരവമായി തന്നെ ഉണ്ടായി എന്നുള്ളതാണ്. അതും ചീഫ് മിനിസ്റ്ററായ ഇപ്പോൾ CPMൻ്റെ നമ്പർ 1 എന്ന് തന്നെ പറയാവുന്ന ശ്രീ പിണറായി വിജയൻ്റെ സാന്നിധ്യത്തിൽ തന്നെ നടന്നു. അപ്പോൾ ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ സംഘടന തന്നെ ഒരു ദുർബലാവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. പലർക്കും ഭരണത്തിനോട് അമർഷമുണ്ട്. ആ അമർഷമൊക്കെ പുറത്ത് വരുന്നത് ഇപ്പോൾ ആണെങ്കിലും ഈ ഇലക്ഷൻ വരുമ്പോൾ ആ
CPM വോട്ടുകളൊക്കെ തന്നെ മാറിപ്പോകും എന്നൊന്നും പൂർണ്ണമായിട്ട് കോൺഗ്രസ്സുകാർ കരുതിക്കളയരുത്. കാരണം കേഡർഷിപ്പ് എന്നുള്ളത് പൊളിഞ്ഞു തുടങ്ങിയെങ്കിലും പാർട്ടിയോട് ഉള്ള കൂറ് പലരും വിട്ടുകളഞ്ഞിട്ടില്ല. ഇനി നേതൃത്വ നിരയിൽ എന്തെങ്കിലും മാറ്റം വരികയോ മറ്റോ സംഭവിച്ചാൽ ഈ ചാഞ്ചാടി നിൽക്കുന്ന CPM വോട്ടുകൾ വീണ്ടും ഉറച്ചു പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സുകാർ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പത്തിൽ ഉള്ള ഒരു ഫൈറ്റ് ആയിരിക്കില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്നത്. കാരണം നിരവധി ആളുകൾക്ക് സർക്കാരിൻ്റെ എല്ലാ സ്കീമുകളുടെയും പ്രയോജനം കൊടുക്കുന്നതിന് വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ സർക്കാർ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പഴയതിനേക്കാളും പണ്ട് കോൺഗ്രസ്സുകാർ ചെയ്തിരുന്നത് പോലെ അണികൾക്ക് പിന്നെ ഭരണകാലത്ത് വിട്ടുവീഴ്ചകൾ ചെയ്യുന്നതിനപ്പുറം CPM മുമ്പ് ചെയ്തിട്ടില്ലാത്ത വിധം ഇപ്പോൾ ഈ ഭരണത്തിൻ്റെ ഒരു സുഖവും സന്തോഷവും അണികൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് തുടർന്നും കിട്ടാൻ അവർ ആഗ്രഹിക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഈ വിമർശനമൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ സമയം വരെയും നിലനിർത്തി കൊണ്ടുപോകാനുള്ളത് ശരിക്കും കോൺഗ്രസ്സുകാരുടെ ഒരു ദൗത്യം കൂടിയാണ്. അപ്പോൾ അതിന് നോക്കുമ്പോൾ കോൺഗ്രസ് തമ്മിലടിക്കുകയല്ലേ പിന്നെങ്ങനെ എന്ന് കോൺഗ്രസ്സുകാർക്ക് പോലും തോന്നുന്ന ഒരവസ്ഥ നേതാക്കൾ ഉണ്ടാക്കി വെച്ചാൽ അതിൻ്റെ പാപക്കറ ഇവർക്ക് പെട്ടെന്നൊന്നും കഴുകിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് VD സതീശനും രമേശ് ചെന്നിത്തലയും കൂടെ നിൽക്കുന്ന നേതാക്കളുമെല്ലാം അറിയുക, കോൺഗ്രസിനെ സ്നേഹിക്കുന്ന നിരവധി ആളുകൾ ഇപ്പോഴും കേരളത്തിൽ ഉണ്ട്. അവരെ നിങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ ഒക്കെ തന്നെ അവരെ വല്ലാതെ നിരാശപ്പെടുത്തുന്നുണ്ട്. ആ അവസ്ഥ ദൂരീകരിക്കുക. ഈ ദേശീയ തലത്തിൽ KC വേണുഗോപാലൊക്കെ അതിന് നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ ആ മനുഷ്യൻ്റെ കൈപ്പിടിയിൽ ഇവരൊക്കെ ഒതുങ്ങുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ സംശയം. ഒരു പരിധി വരെ ഒതുങ്ങുന്നു എന്നുള്ളതാണ് ഇടയ്ക്കൊക്കെ ഇവർ ചില പിന്മാറ്റങ്ങൾ നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇപ്പോൾ സാഹചര്യം അതല്ല. സമുദായ നേതാക്കൾ എരിതീയിൽ എണ്ണ ഒഴിക്കുന്ന ചില കമൻറ്റുകളുമായി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അത് കോൺഗ്രസിനെയോ VD സതീശനെയോ ഇല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയെയോ രക്ഷിക്കാനോ ശിക്ഷിക്കാനോ എന്ന് കരുതരുത്. മറിച്ച് കോൺഗ്രസിനെ തന്നെ ഇപ്പോൾ ദുർബലപ്പെടുത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിച്ച് കൊണ്ടുള്ളതാണോ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ചില ഗൂഢ ഉദ്ദേശങ്ങൾ പോലും അതിൻ്റെ പിന്നിൽ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ദയവ് ചെയ്ത് നേതാക്കൾ കരുതിയിരുന്നാൽ നല്ലത്. ഭരിക്കണോ UDF വരണമോ ആദ്യം നിങ്ങളുടെ പോര് അവസാനിപ്പിക്കുക. നിങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് ജനങ്ങളെ തോന്നിപ്പിക്കുക. ഇലക്ഷൻ കഴിയട്ടെ, ആരാണ് സ്റ്റേറ്റുകാർ നമ്പർ 1 പോകേണ്ടതെന്ന് പിന്നെ തീരുമാനിക്കാം. ആദ്യം നിങ്ങൾ ജയിച്ചു വരണം, UDF തിരിച്ചു വരണം. അങ്ങനെ വരണമെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായി തന്നെ നിങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്ന് ചുരുക്കം.